ആൾക്കാർ. അഖിലിനോട് നേരിട്ട് നമ്മൾ ഈ ഒരു വിഷയം സംസാരിക്കുന്നത് ശരിയല്ല. ഈ ഒരു അവസരത്തിൽ ഒന്നാമത് അവൻ്റെ സിനിമ പൊട്ടി അമ്പയെ പരാജയപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ. ആ ഒരവസ്ഥയിൽ ഇതുപോലൊരു ദുരന്തം വീട്ടിൽ ഉണ്ടാവുക. ഈ അഖിലനാടിയെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പെൺകുട്ടിയെ ഇവൻ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു ദേവതയെ പോലെ ഇവൻ കൊണ്ടു നടന്നെന്നാണ് റീൽസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജീവിതത്തിലും അവൻ അങ്ങനെ ആയിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ഇത് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ പല ആളുകളും വീഡിയോ റിയാക്ഷൻ ചെയ്ത് നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. പല ആളുകളും പറയുന്നൊരു കാര്യം അത് പറയാൻ പാടില്ല. അതായത് അനാവശ്യമായിട്ട് ആരോപിക്കുന്നത് ഇവനെന്തോ പ്രശ്നമുണ്ട്, ഇവന് ശാരീരിക പ്രശ്നമുണ്ട്, ഇവനൊരു ഹോമോസെക്ഷൽ ആണ് എന്നൊക്കെയുള്ള രീതിയിൽ ഹിന്റ് ഇട്ടുകൊണ്ട് സംസാരിക്കുന്നത്. ഇത് ആര് പറഞ്ഞു? നമ്മൾ ആരെങ്കിലും അവൻ്റെ തുണി പൊക്കി നോക്കിയോ, അല്ലെങ്കിൽ ഇവൻ്റെ കൂടെ നമ്മൾ താമസിച്ചോ? ഇത് പറഞ്ഞിരിക്കുന്നത് ഈ ഒളിച്ചോടി പോയ വ്യക്തിയാണ്. ആരോട് പറഞ്ഞിരിക്കുന്നു? ഈ പെൺകുട്ടിയുടെ വീട്ടുകാരോടും ബന്ധപ്പെട്ടവരോടും പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്. ഈ 1 വർഷം ഈ പെൺകൊച്ചിന് ഇത് അറിയത്തില്ലായിരുന്നു. 1 വർഷം ഇവന്റെ കൂടെ താമസിക്കുന്നു, ഈ ആനുകൂല്യങ്ങളെല്ലാം പറ്റുന്നു, ഫെയിം ഉണ്ടാക്കുന്നു. ഇൻസ്റ്റാഗ്രാം വഴി ഈ പറഞ്ഞ കണക്ക് സൗഹൃദം സ്ഥാപിച്ചതിന് ശേഷം ഇവൻ കല്യാണം പോലും വേണ്ടെന്ന് പറഞ്ഞ് നിന്ന പയ്യനാന്നാ പറയുന്നത്. സൗഹൃദം സ്ഥാപിച്ചതിന് ശേഷം ഇവളുടെ സൗന്ദര്യം കണ്ടിട്ട് ഇവൻ കെട്ടിയാണ്. ആക്ച്വലി നല്ല കുടുംബത്തിലെ പെൺകൊച്ചാണെന്ന് പറയുന്നത്. അമ്പയ്ക്കും തള്ളയ്ക്കും ഒക്കെ നല്ല ജോലിയുള്ള ഒരു സ്ഥിതിയിൽ ഉണ്ടായിരുന്ന കൊച്ചാന്ന് പറയുന്നു. നല്ല